Hi, it's me Rajani from High Top Education. Today we are going to discuss the second unit from our English literature. The name of the chapter is Kalidasa and Overview. In our last class, we discussed the first chapter. So today, Kalidasa and Overview. Here given the introduction. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ കാളിദാസ ആൻഡ് ഓവർവ്യൂ എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ വി നോ ദാറ്റ് കാളിദാസ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് ഇൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ ഏറ്റവും ഫേമസ് ആയിരുന്നു, ഏറ്റവും ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് പോയിറ്റ് ആരായിരുന്നു? ഇറ്റ് വാസ് കാളിദാസ. അപ്പോൾ ഇതിനകത്ത് ഓൺലി ദ വെരി ലിറ്റിൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ അബൌട്ട് ഹിസ് പേഴ്സണൽ ലൈഫ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദർ ആർ നോ റിലയബിൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അബൌട്ട് ഹിസ് ബർത്ത് ഓർ ലൈഫ്. സ്കോളേഴ്സ് സ്റ്റഡി കാളിദാസ മെയിൻലി ത്രൂ ഹിസ് ലിറ്റററി വൂഡ്സ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ച് കൂടുതൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സുകളൊന്നും നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. സ്കോളേഴ്സിന്റെ പഠനപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, കാളിദാസ അവരെ എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ വെച്ചിട്ടാണ്. ഹിസ് പോയംസ് ആൻഡ് പ്ലേസ് റിവീൽ ഹിസ് നോളജ്, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അദ്ദേഹത്തിന്റെ പോയംസ് അതുപോലെ തന്നെ പ്ലേസ് ആൻഡ് ഇറ്റ് റിവീൽസ് ഹിസ് നോളജ്, അദ്ദേഹത്തിന്റെ അറിവ് അതുപോലെ തന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ത്രൂ ഹിസ് പോയംസ് ആൻഡ് പ്ലേസിലൂടെയാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ പറയുകയാണെങ്കിൽ ഹിസ് വർക്ക്സ് റിഫ്ലക്ട് ദ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ വർക്ക്സിൽ റിഫ്ലക്ട് ചെയ്തിരുന്നത് കൾച്ചർ അതുപോലെ തന്നെ ആൻഷ്യൻ ഇന്ത്യയുടെ കൾച്ചർ ഒക്കെ ആയിരുന്നു, കൾച്ചറും അതുപോലെ തന്നെ സൊസൈറ്റി ഒക്കെ ആയിരുന്നു. ഹി ഹാഡ് എ ഡീപ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. നേച്ചർ പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹിസ് റൈറ്റിംഗ്സ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ ഇമോഷൻസിന് വളരെയധികം എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ നേച്ചർ, പ്രകൃതി വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് റോളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതി അല്ലെങ്കിൽ ശൈലി എങ്ങനെയായിരുന്നു? ഹിസ് ലാംഗ്വേജ് ഇസ് സിമ്പിൾ, എലഗന്റ് ആൻഡ് പോയറ്റിക് ആൻഡ് ഹിസ് വർക്ക്സ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് റീഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ വളരെ ഏറ്റവും കൂടുതൽ ഇമാജിനേഷൻ പവർ ഉള്ളത് കൊണ്ട് തന്നെ അത് റീഡേഴ്സിനെ വളരെയധികം എന്ത് ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ലിറ്റററി എക്സലൻസ് ഹി ഈസ് ഓഫൻ കോൾഡ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു, അത്രമാത്രം റീഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെ ആമുഖത്തിൽ പറയുകയാണെങ്കിൽ കാളിദാസയെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ളത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തിരുന്നു, ഒരു എക്സാക്ട് പീരീഡ് നമുക്ക് അവൈലബിൾ അല്ല. അദ്ദേഹത്തിന്റെ വർക്ക്സുകളുടെ പഴക്കം, കാലപ്പഴക്കം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ വർക്ക്സ് എത്രത്തോളമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിനെ എല്ലാവരും എന്ത് ചെയ്തിരുന്നത്, അറിഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്തായെന്ന് വെച്ചാല്, സോ കാളിദാസസ് ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്, ദ എക്സാക്ട് പീരീഡ് ഓഫ് കാളിദാസ ഈസ് സ്റ്റിൽ അൺസർട്ടൻ. ഇപ്പോഴും എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു എക്സാക്ട് പീരീഡിനെ കുറിച്ച് നമുക്ക് അറിയുന്നതല്ല. ഡിഫറെന്റ് സ്കോളേഴ്സ് ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് അബൌട്ട് ഹിസ് ലൈഫ് ടൈം. ആയതുകൊണ്ട് തന്നെ ഓരോ സ്കോളേഴ്സിനും എന്ത് ചെയ്തിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ടൈമിനെ കുറിച്ച്. നോ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഗീവ്സ് ഹിസ് എക്സാക്ട് ബർത്ത് ഡേറ്റ്. ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിൽ പോലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബർത്ത് ഡേറ്റിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരുന്നില്ല. ഹിസ് ലിറ്റററി വർക്ക്സ് പ്രൊവൈഡ് ഓൺലി ഇൻഡയറക്ട് ക്ലൂസ്. അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക്സിൽ എന്ത് ചെയ്തിരുന്നു, ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ഇൻഡയറക്ട് ക്ലൂസ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവകാലഘട്ടം അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് സ്കോളേഴ്സ് എഗ്രി ദാറ്റ് ഹി വാസ് എ കോർട്ട് പോയറ്റ്. അപ്പോൾ ഒരുപാട് മറ്റുള്ള സ്കോളേഴ്സ് പറയുന്നു എന്താണ്, അദ്ദേഹം ഒരു കോർട്ട് പോയറ്റ് ആണ്. കോർട്ട് പോയറ്റ് മീൻസ് എന്താണ്, ഒരു രാജസദസ്സിലെ കവിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹി പോസസ്ഡ് എ ഡീപ് നോളജ് ഓഫ് ഫിലോസഫി, ഗ്രാമർ, റിലിജിയൻ ആൻഡ് ലിറ്ററേച്ചർ. അദ്ദേഹം വളരെയധികം അറിവുള്ള ഒരാളായിരുന്നു. കാരണം എന്താണ്, ഹി പോസസ്ഡ് എ ഡീപ് നോളജ് ഓഫ് ഫിലോസഫി. അദ്ദേഹത്തിന്റെ നോളജ് അല്ലെ, ഫിലോസഫിയിലുള്ള അറിവ്, ഗ്രാമർ, റിലീജിയൻ, ലിറ്ററേച്ചർ, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്.
ആൻഡ് ഹിസ് റൈറ്റിംഗ്സ് ഷോ ഹിസ് ഫെമിലിയാരിറ്റി വിത്ത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫെമിലിയാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ കൾച്ചറും ട്രഡീഷനും ഒക്കെ. ഹി വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ പ്രതിപാദിച്ചിരുന്ന ഒന്നായിരുന്നു ആൻഷ്യന്റ് ഇന്ത്യയുടെ കൾച്ചറൽ ലൈഫ്. ഹിസ് കോൺട്രിബ്യൂഷൻ ടു സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഈസ് അൺമാച്ച്ഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തിരുന്നു, കോൺട്രിബ്യൂഷൻസ് സംസ്കൃത ലിറ്ററേച്ചറിലേക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ അൺമാച്ച്ഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് പ്രോബ്ലം ഓഫ് ഡേറ്റ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് അല്ലെ, നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ഇപ്പോഴും അൺസേർട്ടൈൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഡേറ്റിനെ കുറിച്ചുള്ള പ്രോബ്ലം എന്തായിരുന്നു? ദാറ്റ് പ്രോബ്ലം, ദർ ഇസ് നോ എഗ്രിമെന്റ് അബൌട്ട് കാളിദാസാസ് ഡേറ്റ്. അവിടെ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഇല്ല. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇന്നതാണ്, ഈ ഒരു കാലഘട്ടത്തിലാണ്, BC കാലഘട്ടത്തിലാണ്, അത്തരത്തിലുള്ള യാതൊരുവിധ എഗ്രിമെന്റും ഇല്ല. സ്കോളേഴ്സ് ഹാവ് പ്രപ്പോസ്ഡ് 3 മേജർ തിയറീസ്. അതിന് സ്കോളേഴ്സ് മുന്നോട്ട് വെക്കുന്നത് എന്താണ്? 3 തിയറികളാണ്. ദ ഫസ്റ്റ് തിയറി പ്ലേസസ് ഹിം ഡ്യൂറിംഗ് ദ ശുംഗ പീരീഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിയറി എന്താണ്? ശുംഗ പീരീഡ് ആണ്. ശുംഗ പീരീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിയറി വെച്ച് നോക്കുമ്പോൾ ദിസ് ഒപ്പീനിയൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്ലേ മാളവികാഗ്നിമിത്രം. അതായത് ആ ഒരു ശുംഗ പീരീഡിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ മാളവികാഗ്നിമിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ വന്നിട്ടുള്ളത്. അതാണ് ആദ്യത്തെ തിയറി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ തിയറി എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് പ്ലേസസ് ഹിം ഇൻ ദ കോർട്ട് ഓഫ് കിങ് വിക്രമാദിത്യ രാജാവിന്റെ കാലഘട്ടത്തിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നുണ്ട്. കാരണം അക്കോർഡിംഗ് ടു ദിസ് വ്യൂ കാളിദാസ വാസ് വൺ ഓഫ് ദ നവരത്നസ് 9 gems. കാരണം ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ കാളിദാസൻ എന്താണ് അല്ലെ, ദ 9 gemsൽ ഒരാളാണ്, നവരത്നങ്ങളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നുണ്ട്. ദെൻ തേർഡ് തിയറി പ്ലേസസ് ഹിം ഇൻ ദ ഗുപ്ത പീരീഡ്. മൂന്നാമത്തെ തിയറി പ്രകാരം അദ്ദേഹം എവിടെയാണ്? ഗുപ്ത പീരീഡിലുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തത് ശുംഗ പീരീഡിലും രണ്ടാമത്തത് വിക്രമാദിത്യ രാജാവിന്റെ പീരീഡിലും മൂന്നാമത് പറയുമ്പോൾ എന്താണ്? ഗുപ്ത പീരീഡിലുമാണെന്ന് പറയുന്നുണ്ട്. മെനി സ്കോളേഴ്സ് ആക്സെപ്റ്റ് ദിസ് തിയറി ബിക്കോസ് ദ ഗുപ്ത ഏജ് വാസ് ദ ഗോൾഡൻ ഏജ് ഓഫ് സംസ്കൃത് ലിറ്ററേച്ചർ. പക്ഷെ കൂടുതൽ, അതായത് ഓരോ സ്കോളേഴ്സിനും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഗുപ്ത പീരീഡിലാണ് അദ്ദേഹം ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു. കാരണം എന്താണ്? ഗുപ്ത ഏജ് വാസ് ദ ഗോൾഡൻ ഏജ് ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ ഏറ്റവും ദ ഗോൾഡൻ ഏജ്, സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത ഏജ് ആയിരുന്നു, അതായത് ഗുപ്ത കാലഘട്ടമായിരുന്നു. ദ കൾച്ചറൽ റിച്ച്നെസ് റിഫ്ലക്റ്റഡ് ഇൻ കാളിദാസാസ് വർക്ക് സപ്പോർട്ട്സ് ദിസ് ഒപ്പീനിയൻ. കാരണം അദ്ദേഹത്തിന്റെ വർക്ക്സിലെ കൾച്ചറൽ റിച്ച്നെസ് വളരെയധികം എന്ത് ചെയ്തിരുന്നു? റിഫ്ലക്ട് ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ആയതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഓൾ ദ ഒപ്പീനിയൻസ് ഡിഫർ, ഓൾ സ്കോളേഴ്സ് എഗ്രി ഓൺ ഹിസ് ലിറ്റററി ഗ്രേറ്റ്നസ്. എന്തൊക്കെയായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളും എന്താണ്? വ്യത്യസ്തമായിരുന്നു. ഓൾ സ്കോളേഴ്സ് എഗ്രി ഓൺ ഹിസ് ലിറ്റററി ഗ്രേറ്റ്നസ്. പക്ഷെ എല്ലാവരും എന്ത് ചെയ്തിരുന്നു? അദ്ദേഹത്തിന്റെ വർക്ക്സിൽ മതിമറന്നിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കുകൾ അത്രത്തോളം എന്താണ്? ഇമാജിനേഷൻ ആൻഡ് പോയറ്റിക് പവർഫുൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് പറയുന്ന ആ 3 പീരീഡുകൾ ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ആ 3 തിയറീസ് ഏതൊക്കെയായിരുന്നു? 3 മേജർ തിയറീസ് ആണ്. ശുംഗ തിയറി, ശുംഗ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് എന്താണ്? വിക്രമാദിത്യ തിയറി. വിക്രമാദിത്യ കാലഘട്ടത്തിലെ കൊട്ടാരത്തിലെ ആ സമയത്ത് എന്ത് ചെയ്യാണ്? രാജസദസ്സിലെ കവിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഗുപ്ത തിയറിയിലാണ്, അതായത് ഗുപ്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ മോസ്റ്റ് ആക്സെപ്റ്റഡ് എന്തായിരുന്നു? ഗുപ്ത തിയറിയാണ്. കാരണം ഗുപ്ത ഏജിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഉജ്ജയിൻ ആൻഡ് ഇറ്റ്സ് റെലവൻസ്. ഉജ്ജയിനും അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രതിപാദ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഉജ്ജയിൻ? ഉജ്ജയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൻഷ്യന്റ് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഉജ്ജയിൻ. ഇറ്റ് വാസ് ഫേമസ് ഫോർ എഡ്യൂക്കേഷൻ, സയൻസ്, ട്രേഡ് ആൻഡ് കൾച്ചർ. അത് വളരെയധികം എന്താണ്? ഫേമസ് ആണ്. എന്തിനൊക്കെയാണ് ഫേമസ് ആയിരുന്നത്? എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസത്തിനും ശാസ്ത്രത്തിനും ട്രേഡ് കച്ചവടത്തിനും കൾച്ചറിനൊക്കെ വളരെയധികം ഫേമസ് ആയിരുന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിറ്റീസ് ആണ് എന്ത്? ഉജ്ജയിൻ. കാളിദാസ അഡ്മയർഡ് ദ ബ്യൂട്ടി ഓഫ് ഉജ്ജയിൻ. കാളിദാസ ഉജ്ജയിന്റെ ഭംഗിയിൽ, ഈ ഒരു ഉജ്ജയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിറ്റിയുടെ ഭംഗിയിൽ ശരിക്കും അഡ്മയർഡ് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ് അതിൽ അഡ്മയർഡ് ആവാൻ കാരണം? റിവേഴ്സ്, ഫോറസ്റ്റ്, ഗാർഡൻസ്, ഹിൽസ് ആൻഡ് ടെമ്പിൾസ് ഇൻസ്പയർഡ് ഹിസ് ഇമാജിനേഷൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? നേച്ചർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ റിവേഴ്സ്, ഫോറസ്റ്റ്, ഗാർഡൻസ്, ഹിൽസ്
ടെമ്പിൾസ്, ഇതൊക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിൽ ഇൻസ്പയർഡ് ആയി. നാച്ചുറൽ ഡിസ്ക്രിപ്ഷൻസ് ഇൻ ഹിസ് പോയട്രി റിഫ്ലക്ട് ദ ബ്യൂട്ടി ഓഫ് ദിസ് റിലിജൻ. അതുപോലെ തന്നെ അല്ലെ നമ്മൾ പറഞ്ഞു നേച്ചർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക്സിന്. ഉജ്ജയിൻ വാസ് എ സെന്റർ ഓഫ് ലേണിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ്. ഉജ്ജയിൻ വളരെയധികം എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ സെന്റർ ഓഫ് ലേണിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ്, അല്ലെ കലാപരമായതിനും വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു നഗരം കൂടിയായിരുന്നു ഉജ്ജയിൻ. ദ സിറ്റി ഹെൽപ്ഡ് കാളിദാസ ഡെവലപ്പ് ഹിസ് ലിറ്റററി ടാലന്റ്. കാളിദാസയുടെ എല്ലാ വർക്കുകളും ഒട്ടുമിക്ക വർക്കുകൾ എന്ത് ചെയ്തു ഉജ്ജയിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. കാരണം ദ സിറ്റി ഹെൽപ്ഡ് കാളിദാസ ഡെവലപ്പ് ഹിസ് ലിറ്റററി ടാലന്റ്. അദ്ദേഹത്തിന്റെ ആ ഒരു ലിറ്റററി ടാലന്റ് വളർത്താൻ സഹായകമായിരുന്നു ഉജ്ജയിൻ. മെനി സീൻസ് ഇൻ ഹിസ് വർക്ക്സ് ഷോ ഹിസ് ലവ് ഫോർ ഉജ്ജയിൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഒരുപാട് ഭാഗങ്ങളിൽ എന്ത് ചെയ്തിരുന്നു പ്രതിപാദിച്ചിരുന്നു അദ്ദേഹത്തിന് ഉജ്ജയിനോടുള്ള ഒരു സ്നേഹം. ഇറ്റ് ബിക്കേം എ സിംബൽ ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് കൾച്ചർ ഇൻ ഹിസ് റൈറ്റിംഗ്സ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ എന്ത് ചെയ്തു ആ ഒരു പ്രോസ്പെറിറ്റി ആൻഡ് കൾച്ചർ എന്ത് ചെയ്തു ഉജ്ജയിൻ കൊടുത്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഉജ്ജയിൻ ആൻഡ് ഇറ്റ്സ് റെലവൻസ്. ഉജ്ജയിൻ എത്രത്തോളമാണ് കാളിദാസയുടെ എഴുത്തുകളിൽ എന്ത് ചെയ്തിരുന്നത് പ്രതിപാദിച്ചിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഉജ്ജയിൻ എന്ന ആൻഷ്യൻ സിറ്റി എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് കാളിദാസ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് ആണ്. അദ്ദേഹത്തിന്റെ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്കറിയാം വൺ ഓഫ് ദ ഫേമസ് ആൻഡ് പോയറ്റും ഡ്രാമാറ്റിസ്റ്റും കൂടിയാണ് ആര് കാളിദാസ. ആയതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കാളിദാസ ബിലോങ്ഡ് ടു എ റിച്ച് ലിറ്റററി ട്രഡിഷൻ. അദ്ദേഹത്തിന് ഒരു റിച്ച് ലിറ്റററി ട്രഡിഷൻ ഉണ്ട് അല്ലെ. കാരണം എന്താണ്, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ രാമായണ അല്ലെ. രാമായണത്തിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ കൂടിയായിരുന്നു കാളിദാസ. ഹി വാസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ മഹാഭാരത. രാമായണം മാത്രമല്ല മഹാഭാരതവും എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തില് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഹി അഡ്മയർഡ് ദ ഗ്രേറ്റ് ഡ്രാമാറ്റിസ്റ്റ് ഭാസ അല്ലെ. നമ്മൾ മുമ്പത്തെ ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാസയെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ചും. ആൻഡ് ഹി റെസ്പെക്ടഡ് ഏർലിയർ സാൻസ്ക്രിറ്റ് റൈറ്റേഴ്സ്. ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു കാളിദാസ മുമ്പുണ്ടായിരുന്ന എല്ലാ സംസ്കൃത് റൈറ്റേഴ്സിനും എന്ത് ചെയ്തു വളരെയധികം ബഹുമാനിച്ചിരുന്നു, അവരുടെ എഴുത്തുകളെയൊക്കെ ബഹുമാനിച്ചിരുന്നു. ഹി വാസ് ഫെമിലിയർ വിത്ത് ഭരത് നാട്യശാസ്ത്ര അല്ലെ. ഭരതമുനിയുടെ നാട്യശാസ്ത്രവുമായിട്ട് എന്ത് ചെയ്തിരുന്നു വളരെയധികം അടുപ്പം ഉണ്ടായിരുന്നു. ഹിസ് റൈറ്റിംഗ്സ് കമ്പൈൻ ട്രഡീഷൻ ഐഡിയാസ് വിത്ത് ഒറിജിനാലിറ്റി. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഒക്കെ എന്ത് ചെയ്തു കമ്പൈൻ ചെയ്തു. ട്രഡീഷണൽ ഐഡിയാസും ഒറിജിനാലിറ്റിയും തമ്മിൽ എന്ത് ചെയ്തിരുന്നു വളരെയധികം കമ്പയർ ചെയ്തിരുന്നു. His works show deep knowledge of philosophy and aesthetics. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ എന്ത് ചെയ്തു his works show that എന്തായിരുന്നു the deep knowledge of philosophy and aesthetics. ഈസ്തെറ്റിക്സിന്റെയും അതുപോലെ തന്നെ ഫിലോസഫിയുടെയും ഒരു നീണ്ട ഒരു ആഴത്തിലുള്ള അറിവിനെ കുറിച്ച് എന്ത് ചെയ്തു അത് കാണിച്ചു തന്നിരുന്നു. ആൻഡ് ഹി ട്രാൻസ്ഫോംഡ് ഓൾഡ് സ്റ്റോറീസ് ഇൻ ടു ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസസ്. പഴയ കഥകളൊക്കെ എന്ത് ചെയ്തു അദ്ദേഹം ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസിലേക്ക് എന്ത് ചെയ്തു മാറ്റി മറിക്കുകയാണ് ചെയ്തത്. ആൻഡ് ഹിസ് ലിറ്റററി സ്റ്റൈൽ ഈസ് എലഗന്റ്. അദ്ദേഹത്തിന്റെ ലിറ്റററി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു ആൻഡ് സിമ്പിൾ ആയിരുന്നു ആൻഡ് ഇമോഷണലി റിച്ച് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ എന്താണ് അല്ലെ, അദ്ദേഹത്തിന്റെ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, എസ്പെഷ്യലി ഇൻ ദ സാൻസ്ക്രിറ്റ് പീരീഡിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ വർക്കുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് കാളിദാസ എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ പറയുന്നുണ്ട് അല്ലെ. കാളിദാസ he was a poet, dramatist and epic writer ആണ്. he wrote 3 famous plays അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു 3 ഫേമസ് ആയിട്ടുള്ള പ്ലേസ് നാടകങ്ങളാണ് എഴുതിയത്. he composed 3 important poems അല്ലെ. 3 important poems കമ്പോസ് ചെയ്തു. he also wrote 1 great epic അല്ലെ. അത് മാത്രമല്ല അദ്ദേഹം എഴുതിയ ഒരു ഗ്രേറ്റ് എപ്പിക് കൂടിയുണ്ട്. his works deal with love, duty, beauty and nature അല്ലെ. അദ്ദേഹത്തിന്റെ എഴുത്തുകള് വെറുതെ ആയിരുന്നില്ല അല്ലെ. അത് എന്തൊക്കെയായിരുന്നു ഡീൽ ചെയ്തിരുന്നത്, ലവ് സ്നേഹവും ബ്യൂട്ടി ആൻഡ് നേച്ചർ ഇതെല്ലാം പിന്നെ എന്ത് ചെയ്തിരുന്നു കമ്പൈൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് വളരെ എന്തായിരുന്നു ഗ്രേസ്ഫുൾ ആൻഡ് മ്യൂസിക്കൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കിന്റെ ബ്യൂട്ടി കാരണം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് റീഡേഴ്സ് അതിനെ ഏറ്റെടുക്കാനുള്ള കാരണം. ഹിസ് ക്യാരക്ടേഴ്സ് ആർ റിയലിസ്റ്റിക് ആൻഡ് ഇമോഷണലി കൺവിൻസിങ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എപ്പോഴും എന്താണ് ഇമോഷണലി കൺവിൻസിങ് ആയിരുന്നു. His descriptions of nature are among the finest world literature. അദ്ദേഹം നാച്ചുറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തതൊക്കെ എന്തായിരുന്നു ഏറ്റവും മനോഹരമായ രീതിയിലാണെന്ന്
പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഹിസ് വർക്ക്സ് കമ്പൈൻ ഇമാജിനേഷൻ വിത്ത് റിയാലിറ്റി. സോ ദേ കണ്ടിന്യൂ ടു ഇൻസ്പയർ റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് അക്രോസ് ദ വേൾഡ്. അല്ലെ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ത് ചെയ്തു, റീഡേഴ്സിനെയും റൈറ്റേഴ്സിനെയും ഒരുപോലെ തന്നെ എന്ത് ചെയ്തു, അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 പ്ലേസും അതുപോലെ തന്നെ 3 പോയംസും എപ്പിക്കും ഏതാന്ന് നോക്കാം. ഇതിൽ പറയുന്ന മേജർ പ്ലേസ് ഏതാണ്? മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അതുപോലെ തന്നെ അഭിജ്ഞാന ശാകുന്തളം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 നാടകങ്ങൾ. ഇനി പോയംസ് നോക്കാം. ഋതുസംഹാരം, അദ്ദേഹത്തിന്റെ ഫേമസ് ആയ പോയംസ് ആണ് ഋതുസംഹാരം, കുമാരസംഭവം, അതുപോലെ തന്നെ മേഘദൂതം. എപ്പിക് ഏതായിരുന്നു? രഘുവംശമായിരുന്നു. അപ്പൊ ഇത്രയും വർക്ക്സ് ആണ് കാളിദാസയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട മേജർ പ്ലേസ് ഉണ്ട്, മേജർ പോയംസ് ഉണ്ട്, അതുപോലെ തന്നെ എപ്പിക് ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ സവിശേഷതകളാണ് പറയുന്നത്? ലവ്, നേച്ചർ, ഹ്യൂമൻ ഇമോഷൻസ്, ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, സ്ട്രോങ് ഇമാജിനേഷൻ, യൂണിവേഴ്സൽ തീംസ്, അതുപോലെ തന്നെ മോറൽ വാല്യൂസ്, സൈക്കോളജിക്കൽ ഡെപ്ത്, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ എപ്പോഴും എന്ത് ചെയ്തു? ഇറ്റ് ഫോക്കസ് ഓൺ ട്രൂ ലവ്, ട്രൂ ലവിന് മാത്രം ഫോക്കസ് ചെയ്തു. അതുപോലെ തന്നെ നേച്ചർ ആണെങ്കിലോ അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ. നേച്ചറിന് ശരിക്കും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വർക്ക്സിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്, എന്തായിരുന്നു ഹ്യൂമൻ ഇമോഷൻസ്? അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തു? എക്സ്പ്രസ് റിയൽ ഹ്യൂമൻ ഇമോഷൻസ് സച്ച് ആസ് ലവ്, സോറോ, ആങ്കർ. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ശരിക്കും എന്ത് ചെയ്തു അല്ലെ, സ്നേഹവും ദേഷ്യവും സങ്കടമൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം എപ്പോഴും എന്താണ്, വളരെ സിമ്പിൾ ആയതും പോയറ്റിക് ആയതുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ലാംഗ്വേജുകൾ ഉപയോഗിച്ചു. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമാജിനേഷന്റെ ആ ഒരു കപ്പാസിറ്റിയെ കുറിച്ചിട്ടാണ്. എല്ലായ്പ്പോഴും ക്രിയേറ്റീവ് ഐഡിയാസ് ആൻഡ് ഇമാജിനേഷൻസ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം ഏത് തരത്തിലുള്ള തീംസ് ആണ് ഉപയോഗിച്ചിരുന്നത്? ഹി ഡീൽസ് വിത്ത് തീംസ് ലൈക്ക് ലവ്, ഡ്യൂട്ടി, ഫാമിലി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. എല്ലാ കാലത്തും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീം തന്നെയാണ് ലവ്, ഡ്യൂട്ടി, ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്. ഇതൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. പിന്നീട് പറയുന്നത് മോറൽ വാല്യൂസ് ആണ്. എന്തൊക്കെ മോറൽ വാല്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഈ ടീച്ചേഴ്സ് വാല്യൂസ് സച്ച് ആസ് ഹോണസ്റ്റി അല്ലെ, സത്യസന്ധത, ദയ, ക്ഷമ, ഇതൊക്കെയായിരുന്നു ത്രൂ ഹിസ് സ്റ്റോറീസിലൂടെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. സൈക്കോളജിക്കൽ ഡെപ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? പോർട്രേസ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇന്നർ തോട്ട്സ് അല്ലെ. സൈക്കോളജിക്കൽ ഡെപ്ത് അല്ലെ, എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു ഈ പോർട്രേസ് അല്ലെ. അദ്ദേഹം വരച്ചു വെച്ച ചിന്തകളായിരുന്നു, ഫീലിംഗ്സ് ആൻഡ് അതുപോലെ തന്നെ ഇന്നർ തോട്ട്സുകളായിരുന്നു. സോ ഹിസ് വർക്ക്സ് വെർ ഔസം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ വർക്കുകളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് എപ്പിക് ആൻഡ് ഡ്രാമ. എന്താണ് എപ്പിക്, എന്താണ് ഡ്രാമ എന്നുള്ളത് അല്ലെ. അദ്ദേഹത്തിന് ആകെ ഒരു എപ്പിക് ആണ് ഉണ്ടായിരുന്നത്. സോ ഹിയർ ദ സ്റ്റോറി ഓഫ് ശകുന്തള ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ മഹാഭാരത അല്ലെ. എന്താണ് ശകുന്തള എന്നുള്ള സ്റ്റോറി ആദ്യം അപ്പിയർ ചെയ്ത് എവിടെയായിരുന്നു? മഹാഭാരതത്തിലായിരുന്നു. കാളിദാസ പിന്നീട് എന്ത് ചെയ്തു? ലേറ്റർ അഡാപ്റ്റഡ് ദ സ്റ്റോറി ഇൻ ടു ദ പ്ലേ അഭിജ്ഞാന ശാകുന്തളം അല്ലെ. കാളിദാസൻ പിന്നീട് എന്ത് ചെയ്തു? ആ മഹാഭാരതത്തിലെ ശകുന്തള എന്നുള്ള കഥ എടുത്ത് അഭിജ്ഞാന ശാകുന്തള ആക്കുകയാണ് ചെയ്തത് അല്ലെ. അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള പേരിലേക്ക് ആക്കി. ആൻ എപ്പിക് ഈസ് എ ലോങ് നരേറ്റീവ് പോയം ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹീറോസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ്. എന്താണ് എപ്പിക് എന്ന് പറഞ്ഞാൽ അല്ലെ, നമുക്കറിയാം ഡ്രാമ എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ ഡ്രാമയും പ്ലേയും എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തന്നെയാണ് അല്ലെ. പിന്നെ പോയംസ് എന്താണെന്ന് അറിയാം. പക്ഷെ എന്താണ് എപ്പിക്? എപ്പിക് എന്ന് പറഞ്ഞാൽ ലോങ് നറേറ്റീവ് പോയം ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹീറോസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് അല്ലെ. ഒരു ലോങ് പോയാണ്, ലോങ് നറേറ്റീവ് പോയാണ്. അതെന്ത് ചെയ്യുന്നു? ഹീറോയെ കുറിച്ചും പ്രധാനപ്പെട്ട ഇവന്റ്സുകളെ കുറിച്ച് പറയുന്നു. ഡ്രാമ എന്നുള്ളത് നമുക്കറിയാം സ്റ്റോറിയാണ്, റിട്ടൺ ടു ബി പെർഫോംഡ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണ് എന്ത്? ഡ്രാമ. പക്ഷെ ഇൻ ആൻ എപ്പിക് ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ബൈ എ നരേറ്റർ. പക്ഷെ എപ്പിക്കിൽ എങ്ങനെയാണ്? കഥ പറയുന്നത് ആരാണ്? നരേറ്റർ തന്നെയാണ് അല്ലെ. നമ്മൾ കഥ പറയുന്ന ആളെയാണ് നരേറ്റർ എന്ന് പറയുന്നത്. സോ ഇൻ എ ഡ്രാമ ദ സ്റ്റോറി ഈസ് പ്രസന്റഡ് ത്രൂ ഡയലോഗ്സ് ആൻഡ് ആക്ഷൻസ് അല്ലെ. അപ്പോ എപ്പിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് അല്ലെ, ഡ്രാമയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഡ്രാമ എന്നുള്ളത് ഒരു സ്റ്റോറിയാണ്, റിട്ടൺ ടു ബി പെർഫോംഡ് ഓൺ ദ സ്റ്റേജ് അല്ലെ. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. എപ്പിക് എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? എപ്പിക്കിൽ പറയുന്നത് എന്താണ്? സ്റ്റോറി പറയുന്നത് നരേറ്റർ ആണ്. ഡ്രാമയിൽ സ്റ്റോറി പ്രസന്റ് ചെയ്യുന്നത് ത്രൂ ഡയലോഗ്സ് ആൻഡ് ആക്ഷൻസിലൂടെയാണ്. ഡ്രാമ ക്രിയേറ്റ് സ്ട്രോങ് ഇമോഷണൽ സപ്പോർട്ട്സ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രാമ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ഇമ്പാക്ട് തരുന്നു. ബിക്കോസ് ദ ഓഡിയൻസ് വാച്ചസ് അല്ലെ. ഓഡിയൻസ് എന്ത് ചെയ്യുന്നു? കഥ മുഴുവൻ ഇരുന്ന് കാണുകയാണ്.
കാളിദാസ് എന്ത് ചെയ്തു? ചേഞ്ച് ദ സിമ്പിൾ എപ്പിക് സ്റ്റോറി ഇൻ ടു റിച്ച് ആൻഡ് ഇമോഷണൽ ഡ്രാമ. കാളിദാസ സിമ്പിൾ എപ്പിക് സ്റ്റോറി എന്ത് ചെയ്തു? അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു റിച്ച് ആൻഡ് ഇമോഷണൽ ഡ്രാമയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഹി ആഡഡ് ന്യൂ ക്യാരക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷൻസ് ടു മേക്ക് ദ പ്ലേ മോർ ഇൻട്രസ്റ്റിംഗ്. ഹിസ് അഡാപ്റ്റേഷൻ മേഡ് ദ സ്റ്റോറി ഫേമസ് ത്രൂ ഔട്ട് ദ വേൾഡ്. അദ്ദേഹത്തിന്റെ ആ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ, അതെന്ത് ചെയ്തു? വളരെയധികം മാറ്റങ്ങൾ വരുത്തി. ഇറ്റ് മേഡ് ദ സ്റ്റോറി ഫേമസ് ത്രൂ ഔട്ട് ദ വേൾഡ്. ലോകം മുഴുവൻ എന്ത് ചെയ്യാണ്? ഫേമസ് ആക്കുകയാണ് ചെയ്തത്, അല്ലെ? അപ്പോ ആൻ എപ്പിക് എന്താണെന്നുള്ളതും ഡ്രാമ എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാവും, അല്ലെ? ഡ്രാമ എന്നുള്ളത് റിട്ടൺ ആണ്, പക്ഷെ അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളതാണ്. എപ്പിക് എന്നുള്ളത് എന്താണ്? ഒരു നരേറ്റർ കഥ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഡ്രാമ എപ്പോഴും എന്താണ് പ്രസന്റ് ചെയ്യുന്നത്? ത്രൂ ഡയലോഗിലൂടെയും ആക്ഷൻസിലൂടെയാണ്. അത് മാത്രമല്ല, ഇറ്റ് ക്രിയേറ്റ്സ് എ സ്ട്രോങ്ങർ ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. ബിക്കോസ് എന്താണ്? ഓഡിയൻസ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനൊക്കെ മാറ്റം വരാൻ കാരണം എന്ത് ചെയ്തു? കാളിദാസ് എന്ത് ചെയ്തു? ഒരു സിമ്പിൾ എപ്പിക് സ്റ്റോറി എന്ത് ചെയ്തു? അത് ശരിക്കും ചേഞ്ച് ചെയ്തൊരു ഇമോഷണൽ ഡ്രാമയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ഡ്രാമ. എന്താണ് എപ്പിക്, എന്താണ് ഡ്രാമ എന്നുള്ളത്. അപ്പൊ എപ്പിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ലോങ് നരേറ്റീവ് പോയാണ്. ഇതിനെ കഥ പറയുന്ന ആരാണ്? നരേറ്റർ ആണ്, അല്ലെ? നരേറ്റഡ് ബൈ എ സ്റ്റോറി ടെല്ലർ. ഫോക്കസ് ഓൺ നരേറ്റർ, നരേഷനിൽ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീഡ് ബൈ റീഡേഴ്സ്, അല്ലെ? നമ്മൾ വായിക്കണം, റീഡേഴ്സ് ആണ് വായിക്കേണ്ടത്. കുറച്ച് ഡ്രാമാറ്റിക് സീൻസുകൾ മാത്രമാണ് എപ്പിക്കിൽ ഉണ്ടാകുന്നത്. എപ്പിക് എന്നുള്ളത് എന്താണ്? ഒരു ലോങ് നരേറ്റീവ് പോയവും ഇത് നരേറ്റ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലറും ഒക്കെയാണ്. ഫോക്കസസ് ഓൺ നരേഷനിൽ മാത്രം, അതായത് കഥ പറയുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വായനക്കാരൻ, അല്ലെ? റീഡർ എന്ത് ചെയ്യണം? അത് വായിക്കണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് എപ്പിക്. പക്ഷെ ഡ്രാമ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഡ്രാമ എന്നുള്ള എന്താണ്? ഇറ്റ് ഇസ് റിട്ടൺ ഫോർ സ്റ്റേജ് പെർഫോമൻസ്, അല്ലെ? സ്റ്റേജിൽ കയറുമ്പോഴാണ് അത് ഡ്രാമയാകുന്നത്. സോ റിട്ടൺ ഫോർ സ്റ്റേജ് പെർഫോമൻസ് ആണ്. പ്രസന്റഡ് ത്രൂ ഡയലോഗ്സ്. എങ്ങനെയാണ് കഥ പറയുന്നത്? അല്ലെ? കഥ അവതരിപ്പിക്കുകയാണ് ഡയലോഗുകളിലൂടെ. ഫോക്കസസ് ഓൺ ആക്ഷൻ, അല്ലെ? ആക്ഷൻ ഉണ്ടാകുന്നു. പെർഫോംഡ് ബിഫോർ ആൻ ഓഡിയൻസ്, അല്ലെ? ഓഡിയൻസിന് മുന്നിലാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. മെനി ഡ്രാമാറ്റിക് സീൻസ്, ഒരുപാട് ഡ്രാമാറ്റിക് സീൻസുകൾ ഉണ്ട്. പക്ഷെ എപ്പിക്കിൽ വളരെ കുറച്ച് ഡ്രാമാറ്റിക് സീൻസുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോ എന്ത് ചെയ്തു? അല്ലെ? ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ഡ്രാമ. എപ്പിക്കും ഡ്രാമയും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് പറയുന്നത് ശകുന്തളയെ കുറിച്ചിട്ടാണ്, അല്ലെ? നമ്മൾ പറഞ്ഞു ശകുന്തള എന്നുള്ളത് മഹാഭാരതത്തിലെ ഒരു കഥയാണ്. അത് പിന്നീട് കാളിദാസൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു? അഭിജ്ഞാന ശാകുന്തളം എഴുതുകയാണ് ചെയ്തത്, അല്ലെ? അപ്പൊ എന്താണ് ഒറിജിനൽ സ്റ്റോറി ഓഫ് ശകുന്തള, അല്ലെ? ശകുന്തളയുടെ ഒറിജിനൽ കഥ എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ മഹാഭാരത. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, മഹാഭാരതത്തിലാണ് ശകുന്തള ഉള്ളത്. ശകുന്തള വാസ് ദ ഡോട്ടർ ഓഫ് വിശ്വമിത്ര ആൻഡ് മേനക, അല്ലെ? വിശ്വമിത്രന്റെയും മേനകയുടെയും മകളായിരുന്നു ശകുന്തള. ഷി വാസ് ബ്രോട്ട് അപ്പ് ബൈ സാഗ് കൻവ ഇൻ ഹിസ് ഹെർമിറ്റേജ്, അല്ലെ? അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അല്ലെ? കൻവ മഹർഷിയുടെ എന്ത് ചെയ്തിരുന്നു, അല്ലെ? അദ്ദേഹത്തിന്റെ ആശ്രമത്തിലായിരുന്നു ആര് വളർന്നിരുന്നത്? ഈ ശകുന്തള വളർന്നിരുന്നത്. കിങ് ദുഷ്യന്ത വിസിറ്റഡ് ദ ഹെർമിറ്റേജ് വൈ ഹണ്ടിങ്. അതായത് ഒരിക്കൽ എന്ത് ചെയ്യാണ്, അല്ലെ? ഇവിടെ ദുഷ്യന്ത രാജാവ് ഒരിക്കൽ എന്ത് ചെയ്തു? കണ്വ മഹർഷിയുടെ ഈ ആശ്രമം സന്ദർശിക്കുകയാണ് അദ്ദേഹം നായാട്ടിനിറങ്ങിയ കാലഘട്ടത്തിൽ. അങ്ങനെ ദുഷ്യന്ത ശകുന്തളയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. ദേ മാരീഡ് അക്കോർഡിംഗ് ടു ദ ഗന്ധർവ ഫോം ഓഫ് മാരേജ്, അല്ലെ? ഗന്ധർവ രീതിയിൽ അവര് വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹശേഷം എന്ത് ചെയ്തു? രാജാവ് തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. നമ്മുടെ ശകുന്തള എവിടെയാണ്? കണ്വ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുക ചെയ്തത്. ഹി പ്രോമിസ്ഡ് ടു ടേക്ക് ശകുന്തള ടു ഹിസ് പാലസ് ലേറ്റർ. അദ്ദേഹം എന്താ പറഞ്ഞത്? അല്ലെ? അദ്ദേഹം നായാട്ടിന് ഇറങ്ങിയതാണ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു എന്താണ്? ഞാൻ എന്തായാലും തിരിച്ചു വരും, തിരിച്ചു വന്ന് നിന്നെ ഞാൻ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുക. അങ്ങനെ ആ സമയത്ത് ശകുന്തള, അല്ലെ? അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ശകുന്തള ഗേവ് ബർത്ത് ടു എ സൺ നെയ്മഡ് ഭാരത, അല്ലെ? ഭരത എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു കുഞ്ഞുണ്ടാവുകയാണ് ശകുന്തളയ്ക്ക്. വെൻ ഷി വെൻ ടു ദ പാലസ് ദുഷ്യന്ത റെഫ്യൂസ്ഡ് ടു റെക്കഗ്നൈസ് ഹർ, അല്ലെ? അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ശകുന്തള കൊട്ടാരത്തിൽ ചെന്നപ്പോ ദുഷ്യന്ത എന്ത് ചെയ്തു? അല്ലെ? അവളെ മടക്കി അയക്കുകയാണ് ചെയ്തത്, അല്ലെ? റെഫ്യൂസ്ഡ് ടു റെക്കഗ്നൈസ് ഹർ. അങ്ങനെ എന്ത് ചെയ്തു? ഫൈനലി എ ഡിവൈൻ വോയിസ് റിവീൽഡ് ദ ട്രൂത്ത്, അല്ലെ? പിന്നീട് എന്ത് ചെയ്യാണ്? എന്ത് സംഭവിച്ചു? ഫൈനലി ദ ഡിവൈൻ വോയിസ് റിവീൽഡ് ദ ട്രൂത്ത് ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നീട് ദെൻ ദ ദുഷ്യന്ത അക്സെപ്റ്റഡ് ശകുന്തള ആൻഡ് ഭരത, അല്ലെ? ദുഷ്യന്തൻ
പിന്നീട് എന്ത് ചെയ്യാണ്, കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ദുഷ്യന്തൻ ശകുന്തളയും ഭരതനെയും ആക്സെപ്റ്റ് ചെയ്തു. ഭരത ലേറ്റർ ബിക്കം എ ഗ്രേറ്റ് എംപറർ. ഭരത പിന്നീട് എന്ത് ചെയ്തു, ഒരു ഫേമസ് ആയ ഒരു എംപറർ ആയി തീരുന്നു, അല്ലെ, ഒരു പോരാളിയായി തീർന്നു. ഇന്ത്യ ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ നെയ്മഡ് ഭരത് ആഫ്റ്റർ ഹിം. അല്ലെ, പിന്നീട് എന്ത് ചെയ്യാണ്, ഭരത് എന്നുള്ള പേരിലേക്ക് അദ്ദേഹം മാറുകയാണ്. അപ്പൊ ഈ ഒരു ശകുന്തള എന്നുള്ള ഈ ഒരു കഥ എന്ത് ചെയ്യാണ്, മഹാഭാരതത്തിൽ നിന്ന് ഉള്ളതായിരുന്നു. സോ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ശകുന്തള, അതുപോലെ തന്നെ കിങ് ദുഷ്യന്ത, അല്ലെ, ശകുന്തളയുടെ ഭർത്താവാണ് ദുഷ്യന്ത രാജാവ്. പിന്നെ സാക്കൻവ, അല്ലെ, കണ്ണോ മഹർഷി, അതുപോലെ തന്നെ വിശ്വമിത്ര, മേനക, ഭരത, ഇത്രയും മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തത് ക്വസ്റ്റ്യൻ ഓഫ് ഫോം ആണ്, അല്ലെ. ഇതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻ ഓഫ് ഫോമിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ഓഫ് ഫോമിൽ പറയുന്നത് നമുക്ക് നോക്കാം. കാളിദാസ ഡിഡ് നോട്ട് സിംപ്ലി കോപ്പി ദ മഹാഭാരത സ്റ്റോറി. കാളിദാസൻ ഒരിക്കലും എന്ത് ചെയ്തതല്ല, അല്ലെ, ഈ ഒരു മഹാഭാരത കഥ എന്ത് ചെയ്തതല്ല, കോപ്പി ചെയ്തതല്ല. ഹി ട്രാൻസ്ഫോംഡ് ഇറ്റ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഡ്രാമ. അദ്ദേഹം അതിനൊരു വളരെ ഭംഗിയേറിയ ഒരു ഡ്രാമയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ കേഴ്സ് ഓഫ് സാഗ് ദുർവാസ, അല്ലെ, ദുർവാസ മഹർഷിയുടെ എന്ത് ചെയ്യാണ്, ആ ഒരു ശാപം ഉണ്ടായിരുന്നു. ആ ശാപത്തെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, അല്ലെ. എന്തുകൊണ്ടാണ് ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് തിരിച്ചറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? കാരണം കൊട്ടാരം വിട്ട് ദുഷ്യന്ത രാജാവ് പോകുന്ന സമയത്ത് ശകുന്തളയ്ക്ക് ഒരു മോതിരം കൊടുക്കുന്നുണ്ട്. ആ മോതിരം കൊടുക്കുന്നത് എന്തിനാണ്? ഈ മോതിരം കണ്ടാല് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് കൊടുത്ത അടയാളമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യാണ്, ദുർവാസ മഹർഷി ശകുന്തളയെ ശപിക്കുന്നുണ്ട്. ആ ശാപത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, അവളെ തിരിച്ചറിയാതാവുകയാണ്. കാരണം ആ മോതിരം കണ്ടാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ, തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതൊരു സ്നേഹസൂചകമായിട്ടാണ് ദുഷ്യന്ത മഹാരാജാവ് കൊടുത്തത്. പക്ഷെ ആ മോതിരം കളഞ്ഞു പോവുകയും ആ മോതിരം ഉണ്ടെങ്കിൽ മാത്രമാണ് നിന്നെ ദുഷ്യന്തര മഹാരാജാവ് തിരിച്ചറിയൂ എന്ന് എന്ത് ചെയ്യണം, ദുർവാസാവ് അവൾക്ക് എന്ത് ചെയ്തു, ശാപമോക്ഷം കൊടുത്തിരുന്നു. അപ്പൊ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മോതിരം കിട്ടുകയും എന്ത് ചെയ്യുന്നുണ്ട്, ദുഷ്യന്ത മഹാരാജാവ് അവളെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല കൊട്ടാരത്തിലെത്തുമ്പോ. ആയതുകൊണ്ടാണ് അവളെ തിരിച്ച് മടക്കി അയക്കാനുള്ള കാരണം. ദിസ് അഡിഷൻസ് ഇൻക്രീസ്ഡ് സസ്പെൻസ് ആൻഡ് ഇമോഷണൽ ഡെപ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിന്നീട് ആഡ് ചെയ്തതാണ് കാളിദാസ് ചെയ്യുന്നത്. ഇൻ ദ മഹാഭാരത ദുഷ്യന്ത നോവിംഗ്ലി റിജക്ട്സ് ശകുന്തള, അല്ലെ. ആയതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ യഥാർത്ഥം എന്താ ചെയ്തിട്ടുള്ളത്, ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ റിജക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് പിന്നെ അഭിജ്ഞാന ശാകുന്തളത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊരു മാറ്റം വന്നത് കാളിദാസന്. ഇൻ കാളിദാസസ് പ്ലേ ഹി ഫോർഗെറ്റ്സ് ഹർ ബിക്കോസ് ഓഫ് ദ കേഴ്സ്, അല്ലെ. കാളിദാസന്റെ നാടകത്തിൽ എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് ദുഷ്യന്ത മറക്കാൻ കാരണം? കാരണം ആ കേഴ്സ് മീൻസ് ആ ശാപം കാരണമാണ്, അല്ലെ. ദിസ് ചേഞ്ച് മേക്സ് ദുഷ്യന്ത അപ്പിയർ മോർ സിംപത്തറ്റിക്. അപ്പൊ ആയതുകൊണ്ട് തന്നെ എന്താണ്, അല്ലെ, ദുഷ്യന്തനോടുള്ള ആർക്കും ദേഷ്യമില്ല, റീഡേഴ്സിന് ദേഷ്യമില്ല. കാരണം എന്താണ്, ദുർവാസ മഹർഷിയുടെ ശാപം കാരണമാണല്ലോ ദുഷ്യന്ത മഹാരാജാവ് തന്റെ ഭാര്യയായിട്ടുള്ള ശകുന്തളയെ മറന്നുപോയതെന്ന് വിചാരിക്കുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ അത്തരം ഒരു കാര്യം പ്രതിപാദിക്കുന്നില്ല. ദെൻ കാളിദാസ ഗീവ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ലവ്, ഇമോഷൻസ് ആൻഡ് ഫോർഗീവ്നെസ്. കാളിദാസന്റെ എഴുത്തുകൾ എപ്പോഴും ഇമ്പോർട്ടൻസ് ടു ലവ് ആയി, ഇമോഷൻസ് ആൻഡ് ഫോർഗീവ്നെസ് ആയി. ആൻഡ് ഹിസ് വേർഷൻ ഈസ് കൺസിഡേർഡ് മോർ ആർട്ടിസ്റ്റിക് ദാൻ ദ ഒറിജിനൽ സ്റ്റോറി. അദ്ദേഹത്തിന്റെ കഥകളൊക്കെ എപ്പോഴും എന്താണ്, കൂടുതൽ ആർട്ടിസ്റ്റിക് ആയിരുന്നു, ഒറിജിനൽ സ്റ്റോറിയേക്കാൾ കൂടുതൽ ആർട്ടിസ്റ്റിക് ആയിരുന്നു. ആയതുകൊണ്ട് തന്നെയാണ് ദുഷ്യന്ത രാജാവിന്റെ ഈ ഒരു പ്രവൃത്തിയോട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, വായനക്കാർക്ക് ദേഷ്യമില്ലാതെ ഇത് ഇത്തരം ഒരു അവസരത്തിലായതുകൊണ്ടാണല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധുത ഉണ്ടാക്കിയത് ആരാണ്, കാളിദാസന്റെ എഴുത്തുകൾ തന്നെയായിരുന്നു. ഓക്കെ, ഇനി പറയുന്നത് ആൻഷ്യൻ ഇന്ത്യൻ ഈസ്തെറ്റിക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്ത്യയുടെ ആ ഒരു എഴുത്തിന്റെ രീതികളെ കുറിച്ച്, ഇന്ത്യൻ ഈസ്തെറ്റിക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എങ്ങനെയുള്ള എഴുത്തുകളായിരുന്നു എന്ന്. ഈസ്തെറ്റിക് എന്താണ്? ഈസ്തെറ്റിക് ഈസ്തെറ്റിക്സ് മീൻസ് ദ സ്റ്റഡി ഓഫ് ബ്യൂട്ടി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. ഈസ്തെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡിയാണ്, ഒരു തരം പഠനമാണ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബ്യൂട്ടി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, അല്ലെ, ഭംഗിയെ കുറിച്ച്, അല്ലെ, ബ്യൂട്ടിയെ കുറിച്ചും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനെ കുറിച്ചിട്ടുള്ള എന്താണ്, ഒരു പഠനം തന്നെയായിരുന്നു. ആൻഷ്യൻ ഇന്ത്യൻ ഈസ്തെറ്റിക്സ് എക്സ്പ്ലെയിൻസ് ഹൗ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ക്രിയേറ്റ് എൻജോയ്മെന്റ്. കാരണം ആൻഷ്യൻ ഇന്ത്യൻ ഈസ്തെറ്റിക്സിൽ എന്താ പറയുന്നത്, ലിറ്ററേച്ചറിൽ എത്രത്തോളമാണ്, അല്ലെ, ലിറ്ററേച്ചറും ആർട്ടും എത്രത്തോളം എൻജോയ്മെന്റ് തരുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ. സാഹിത്യവും കലയും എത്രത്തോളം എൻജോയ്മെന്റ് തരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇന്ത്യൻ തിങ്കേഴ്സ് ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഷുഡ് ബോത്ത് എന്റർടൈൻ ആൻഡ്
എന്റർടൈൻ ആൻഡ് എഡ്യൂക്കേറ്റ്. അതായത് ഇന്ത്യയിലെ ഈ ഒരു തത്വചിന്തകര് അല്ലെ, ചിന്തകർ എന്ത് പറയുന്നുണ്ട്? ദേ ബിലീവ്ഡ് ദാറ്റ് ലിറ്ററേച്ചറിന് എന്തുണ്ട്? ഷുഡ് ബോത്ത് എന്റർടൈൻ ചെയ്യാനും എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തിന്? സാഹിത്യത്തിന്. ബ്യൂട്ടി ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഇമോഷൻസ്. ബ്യൂട്ടി എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? കണക്റ്റഡ് ചെയ്തു അല്ലെ, ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. പോയട്രി, മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ ആർ ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് ആർട്ട്. അതിൽ പോയട്രി, മ്യൂസിക്കും ഡാൻസും എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇന്ത്യൻ ലിറ്ററേച്ചർ ഗിവ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഇമാജിനേഷൻ ആൻഡ് മോറാലിറ്റി. ഇന്ത്യൻ സാഹിത്യം എന്ത് ചെയ്തു? ഇറ്റ് ഗിവ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു ഇമാജിനേഷനും മൊറാലിറ്റിക്കും ഒക്കെ. ആയതുകൊണ്ട് തന്നെ കാളിദാസാസ് വർക്ക്സ് പെർഫെക്റ്റ്ലി റെപ്രസെന്റ് ഇന്ത്യൻ ഈസ്തറ്റിക് ഐഡിയൽസ്. അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ഇന്ത്യൻ ഈസ്തറ്റിക് ഐഡിയൽസ് വളരെയധികം എന്ത് ചെയ്തു? പെർഫെക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരുന്നു. ഹിസ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് നേച്ചർ ക്രിയേറ്റ് ബ്യൂട്ടി ആൻഡ് ഇമോഷണൽ പ്ലഷർ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ ആ ഒരു ഭംഗി, ആ ഒരു നേച്ചർ എന്ത് ചെയ്തു? ഇറ്റ് ക്രിയേറ്റ്സ് ബ്യൂട്ടി അല്ലെ, ബ്യൂട്ടി ആൻഡ് ഇമോഷണൽ പ്ലഷർ വളരെയധികം എന്ത് ചെയ്തു? അല്ലെ, നൽകിയിരുന്നു. ഹിസ് പ്ലേസ് കമ്പൈൻ ആർട്ട്, കൾച്ചർ ആൻഡ് ഫിലോസഫി. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കമ്പൈൻ ചെയ്തിരുന്നു ആർട്ടിലെ കലയും സംസ്കാരവും ഫിലോസഫിയൊക്കെ വളരെയധികം എന്ത് ചെയ്തിരുന്നു? കമ്പൈൻ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ബ്യൂട്ടി, ഇമോഷൻ, ഇമാജിനേഷൻ, ഹാർമണി, മോറൽ വാല്യൂസ്, ആർട്ടിസ്റ്റിക് എക്സലൻസ്. ഇത്രയുമൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സവിശേഷതകളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡ്രാമാറ്റിക് ആർട്ട് എന്ന് നോക്കാം. എന്താണ് ഡ്രാമാറ്റിക് ആർട്ട് അല്ലെ? നമുക്ക് അറിയാം എന്താണ് ഡ്രാമ എന്നുള്ളത്. ഡ്രാമ എന്നുള്ളത് എന്താണ്? വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോംസ് ഓഫ് ഇന്ത്യൻ ആർട്ടാണ്. ഇന്ത്യൻ കലയിലെ ഏറ്റവും പഴയ ഫോമാണ് എന്ത്? ഡ്രാമ, അതായത് നാടകം. അത് കമ്പൈൻ ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, ആക്ടിങ്, ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് എന്ത്? ഡ്രാമ എന്നുള്ളത്. ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ദേ എക്സ്പ്രസ് ഇമോഷൻസ് ത്രൂ സ്പീച്ച്, ജസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ. അതായത് ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സ്പീച്ച്, വാക്കുകളിലൂടെ, ജസ്റ്റേഴ്സിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? കോസ്റ്റ്യൂംസ് അല്ലെ. കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷനും ഒക്കെ ഇറ്റ് മേക്സ് ദ പെർഫോമൻസ് അട്രാക്റ്റീവ്. എന്തുകൊണ്ടാണ് നാടകങ്ങൾ വളരെയധികം സ്വാധീനം, ഒരു കാലത്ത് സ്വാധീനം ചെലുത്താനുള്ള കാരണം? അതിനുപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, അതിന്റെ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ എന്ത് ചെയ്തിരുന്നു? വളരെയധികം ഭംഗിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെർഫോമൻസ് വളരെ അട്രാക്റ്റീവ് ആക്കി. ഡ്രാമ ഇസ് മെന്റ് ടു എന്റർടൈൻ ആസ് വെൽ ആസ് എഡ്യൂക്കേറ്റ് സൊസൈറ്റി അല്ലെ. ഡ്രാമ എന്റർടൈൻ ചെയ്യാൻ മാത്രമല്ല, സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വരെ എന്ത് ചെയ്തു? സഹായകമാക്കി. ആൻഷ്യൻ ഇന്ത്യൻ ഡ്രാമ വാസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് റിലീജിയൻ ആൻഡ് കൾച്ചർ. ആയതുകൊണ്ട് തന്നെ ആൻഷ്യൻ ഇന്ത്യൻ ഡ്രാമ എന്ത് ചെയ്തിരുന്നു? വളരെയധികം ക്ലോസ് ആയിരുന്നു അല്ലെ. കണക്റ്റഡ് വിത്ത് റിലീജിയനും കൾച്ചർ അല്ലെ. മതപരമായ രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ കൾച്ചർ, സാംസ്കാരികപരമായ രീതിയിലാണെങ്കിലും വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. പിന്നീട് പറയുന്നത് കാളിദാസ അല്ലെ. സംസ്കൃത് ഡ്രാമ ഫോളോ ചെയ്യുന്നത് സ്പെസിഫിക് ഡ്രാമാറ്റിക് റൂൾസുകൾ ഉണ്ടായിരുന്നു. കാളിദാസ മാസ്റ്റേർഡ് ദീസ് ഡ്രാമാറ്റിക് ടെക്നിക്സ് ഇൻ ഹിസ് പ്ലേസ്. കാളിദാസൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഇത്തരത്തിലുള്ള ഡ്രാമാറ്റിക് ടെക്നിക്സുകളൊക്കെ വളരെയധികം ഉപയോഗിച്ചു. ഹിസ് ഡ്രാമാസ് പ്രസന്റ് ഹ്യൂമൻ ഇമോഷൻസ് ഇൻ എ റിയലിസ്റ്റിക് മാനർ. അദ്ദേഹത്തിന്റെ ഡ്രാമകളിൽ ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഹി പ്രസൻസ് ഹ്യൂമൻ ഇമോഷൻസ് അല്ലെ. അതായത് ഒരു റിയലിസ്റ്റിക് മാനറിൽ എപ്പോഴും എന്ത് ചെയ്തു? ഒരു ആർട്ടിസ്റ്റിക്കിനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു റിയലിസ്റ്റിക് മാനറിൽ അദ്ദേഹത്തിന്റെ ഡ്രാമകളിലൊക്കെ എന്ത് ചെയ്തു? ഹ്യൂമൻ ഇമോഷൻസിനെ പ്രസന്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? എലമെന്റ്സ് ഓഫ് ഡ്രാമ. എന്താണ് എലമെന്റ്സ് ഓഫ് ഡ്രാമ? ഡ്രാമയിലുള്ള എലമെന്റ്സുകൾ എന്തൊക്കെ ഘടകങ്ങളാണ്? പ്ലോട്ട് അല്ലെ. എന്താണ് പ്ലോട്ട്? മെയിൻ സ്റ്റോറി അല്ലെ. ക്യാരക്ടേഴ്സ്, ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കുന്നവരെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഡയലോഗ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതിലെ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്, കോൺവെർസേഷൻ ആണ് ഡയലോഗ്. ഇത്രയും എലമെന്റ്സുകളാണ് നമുക്കൊരു ഡ്രാമയിൽ വേണ്ടത്. പിന്നെ പറയുന്നത് ആക്ടിങ് ആണ് അല്ലെ. അവരുടെ പെർഫോമൻസിനെയാണ് ആക്ടിങ് എന്ന് പറയുന്നത്. പിന്നെ മ്യൂസിക് അല്ലെ. മ്യൂസിക് എന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് ഇമോഷൻ അല്ലെ. ഇമോഷൻസും എൻജോയ്മെന്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാൻസ് ഉണ്ടാവാറുണ്ട്. അതെന്ത് ചെയ്യുന്നു? ആഡ്സ് ബ്യൂട്ടി, എക്സ്പ്രഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. പിന്നെ സ്റ്റേജ് സെറ്റിംഗ്സ്, അറേഞ്ച്മെന്റ്, സ്റ്റേജിന്റെ അറേഞ്ച്മെന്റിനെയാണ് സ്റ്റേജ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, അവര് ആക്ടേഴ്സ് വെയർ ചെയ്യുന്ന ക്ലോത്ത്സുകൾ, അതൊക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായകമാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും എലമെന്റ്സുകളാണ് ഒരു ഡ്രാമയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി പറയുന്നത് ഭരത് നാട്യശാസ്ത്ര അല്ലെ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, നാട്യശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം
ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ആണ്, ഇന്ത്യൻ ഡ്രാമയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ആണ്. അത് എഴുതിയത് ഭരതമുനിയാണ് അല്ലെ, ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്നാണ് പറയാറ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്ടിങ്, ഡാൻസ്, മ്യൂസിക് ആൻഡ് സ്റ്റേജ് ക്രാഫ്റ്റ്. അപ്പൊ ആ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എന്തൊക്കെയാ പറയുന്നത് അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് ആക്ടിങ് അല്ലെ, ആക്ടിങ്ങിന്റെയും ഡാൻസിന്റെയും മ്യൂസിക്കിന്റെ ഒക്കെ തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ഡ്രാമാറ്റിക് സ്റ്റോറി. അത് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ഡ്രാമാറ്റിക് തിയറിയുടെ ആ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ കോൾഡ് ദ ഫിഫ്ത് വേദ അല്ലെ, അഞ്ചാമതൊരു വേദ അല്ലെ. നമുക്ക് 4 വേദങ്ങളെ കുറിച്ചാണ് അറിയുന്നത്. അതിൽ അഞ്ചാമതൊരു വേദയായിട്ട് അല്ലെ, വേദമായിട്ട് കണക്കാക്കുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെയാണ്. അക്കോർഡിംഗ് ടു ഭരത, ഡ്രാമ ഷുഡ് എന്റർടൈൻമെന്റ് ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ അല്ലെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡ്രാമ എന്തിനുള്ളതാണ്, ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനും എഡ്യൂക്കേറ്റ് ചെയ്യിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ദ മെയിൻ എയിം ഓഫ് ഡ്രാമ ഈസ് ടു പ്രൊഡ്യൂസ് രസ അല്ലെ. അദ്ദേഹം പറയുന്നുണ്ട് ഈ ഡ്രാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്താണ്, രസയാണ്, രസം അല്ലെ, എൻജോയ്മെന്റ് ഉണ്ടാവുക. സോ ഭരത എക്സ്പ്ലെയിൻസ് ആക്ടിങ് ടെക്നിക്സ്, ജെസ്റ്റേഴ്സ്, കോസ്റ്റ്യൂംസ് ആൻഡ് സ്റ്റേജ് ഡിസൈൻ. അദ്ദേഹം എന്ത് ചെയ്തു അല്ലെ, ആക്ടിങ് ടെക്നിക്സിനെ കുറിച്ചിട്ടും ജെസ്റ്റേഴ്സിനെ കുറിച്ചും കോസ്റ്റ്യൂംസിനെ കുറിച്ചും സ്റ്റേജ് ഡിസൈനിനെ കുറിച്ചിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് കാളിദാസ് എന്ത് ചെയ്തു, കാളിദാസ ഫോളോഡ് മെനി പ്രിൻസിപ്പിൾസ് ഓഫ് ദ നാട്യശാസ്ത്ര ഇൻ ഹിസ് പ്ലേസ്. കാളിദാസൻ തന്റെ എന്ത് ചെയ്തിരുന്നു, നാടകങ്ങളിലൊക്കെ നാട്യശാസ്ത്ര പലയിടങ്ങളിലും എന്ത് ചെയ്തിരുന്നു, നാട്യശാസ്ത്രത്തിലെ പല പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തിരുന്നു. ഹിസ് ഡ്രാമ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഫോർ ദ ഓഡിയൻസ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡ്രാമ അല്ലെ, നാടകങ്ങൾ എന്ത് ചെയ്തിരുന്നു, വളരെയധികം ഒരു സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്കിടയിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായകമായി. ഓക്കെ, ഇനി പറയുന്നത് എന്താണ് നാട്യശാസ്ത്രത്തിന്റെ പ്രാധാന്യം, എന്താണ് പ്രാധാന്യം. ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ഡ്രാമ, ഇന്ത്യൻ ഡ്രാമയുടെ ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്നത് നാട്യശാസ്ത്രമാണ്. ഗൈഡ് ഫോർ പ്ലേ റൈറ്റ്സ് ആൻഡ് ആക്ടേഴ്സ് അല്ലെ, പഴയ കാലത്തുള്ള പ്ലേ റൈറ്റ്സിന്, നാടകകൃത്തുക്കൾക്കും അതുപോലെ തന്നെ എഴുത്തുകാർക്ക്, അതിലെ ആക്ടേഴ്സിനൊക്കെ ഒരു ഗൈഡായിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു നാട്യശാസ്ത്ര. അതിൽ എന്ത് ചെയ്തു, ഇറ്റ് എക്സ്പ്ലെയിൻസ് ഡ്രാമാറ്റിക് ടെക്നിക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് രസ. എന്താണ് രസ, രസയുടെ തിയറി എന്താണ് എന്നുള്ളത്, അതായത് എൻജോയ്മെന്റ് എത്രത്തോളം ആണെന്നൊക്കെ കാണിച്ചു. ഇൻഫ്ലുവൻസ്ഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ അല്ലെ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്നാണ് നാട്യശാസ്ത്രം. ഇനി പറയുന്നത് തിയറി ഓഫ് രസ അല്ലെ, രസയുടെ തിയറി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. രസ മീൻസ് എന്താണ്, നമ്മൾ പറഞ്ഞു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്, അതായത് ഓഡിയൻസിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനെയാണ് രസ എന്ന് പറയുന്നത്. ഭരത പറയുന്നുണ്ട് 8 രസാസ് ഇൻ നാട്യശാസ്ത്ര അല്ലെ, നാട്യശാസ്ത്രത്തില് 8 രസങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓരോ രസവും എന്താണ്, ഈസ് കണക്റ്റഡ് വിത്ത് പെർട്ടിക്കുലർ ഹ്യൂമൻ ഇമോഷൻ ആണ് അല്ലെ, മനുഷ്യന്മാരുടെ എന്താണ് ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ 8 രസങ്ങൾ. അപ്പൊ അത് മാത്രല്ല, കാളിദാസ യൂസസ് ഡിഫറെന്റ് രസാസ് ഇൻ ഹിസ് വർക്ക്സ്. അതായത് കാളിദാസൻ പക്ഷെ എന്ത് ചെയ്തിരുന്നു, തന്റെ വർക്സിൽ പ്രത്യേകം വേറെ ചില രസങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു. എസ്പെഷ്യലി ശൃംഗാരരസം അല്ലെ, ശൃംഗാരരസയ്ക്ക് കാളിദാസനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ രസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശൃംഗാരയും, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനക, ബീഭത്സ, അത്ഭുത, ഇത്തരത്തിലുള്ള രസങ്ങളും അതിന്റെ അർത്ഥങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് രസ, അഭിജ്ഞാന ശാകുന്തളത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രസം ഏതാണ്, ശൃംഗാരയാണ് അല്ലെ. ശൃംഗാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമിനന്റ് രസയാണ്. പിന്നെ പറയുന്നത് കരുണ അല്ലെ, കരുണ മീൻസ് എന്താണ് നമുക്കറിയാം, പതോസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഡ്യൂറിംഗ് ദ സെപ്പറേഷൻ ഓഫ് ശകുന്തള ആൻഡ് ദുഷ്യന്ത അല്ലെ. ശകുന്തളയും ദുഷ്യന്തനും പിരിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കരുണ, സങ്കടം, വിഷമത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇമ്പോർട്ടന്റ് ടേംസുകളെ കുറിച്ചിട്ടാണ് കാളിദാസ അല്ലെ. ഇവിടെ ഏകദേശം എന്ത് ചെയ്തു, നമ്മളുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ തീരുകയാണ്. അപ്പോ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്തു, പറഞ്ഞ കുറച്ച് ടേംസുകൾ എന്തൊക്കെയാണെന്നാണ് അല്ലെ. കാളിദാസൻ ദ ഗ്രേറ്റസ്റ്റ് സാൻസ്ക്രിറ്റ് പോയറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് ആണ്. പിന്നെ അഭിജ്ഞാന ശാകുന്തളം എന്താണ്, ഗ്രേറ്റസ്റ്റ് സാൻസ്ക്രിറ്റ് പ്ലേ ആണെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് മഹാഭാരത അല്ലെ, ഒറിജിനൽ സോഴ്സ് ഓഫ് ശകുന്തള എന്നുള്ള കഥയുടെ ഒറിജിനൽ സോഴ്സ്, അതായത് അഭിജ്ഞാന ശകുന്തളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ശകുന്തള എന്നുള്ള കഥയാണ്. അത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ്. പിന്നീട് പറയുന്നത് നാട്യശാസ്ത്രത്തെ കുറിച്ചാണ്. ഭരതമുനിയാണ് എന്ത്, നാട്യശാസ്ത്രത്തിന്റെ ഓഥർ. പിന്നീട് അദ്ദേഹത്തിന്റെ രസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്, ഈസ്തറ്റിക് എൻജോയ്മെന്റ് ഓർ ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പറയുന്നത് കാളിദാസൻ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രസം എന്തായിരുന്നു, ആ രസ ശൃംഗാരയായിരുന്നു. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഉജ്ജയിൻ എന്നുള്ള ആൻഷ്യൻ ഇന്ത്യൻ സിറ്റി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗുപ്ത പീരീഡിനെ കുറിച്ച് പറയുന്നുണ്ട്.
അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പീരീഡ് ആണ് എന്ത്? ഗുപ്ത പീരീഡ്. കാരണം ഗുപ്ത പീരീഡിലാണ് കാളിദാസൻ ജീവിച്ചിരുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. 3 തരം തിയറീസിനെ കുറിച്ച് എന്ത് ചെയ്തു പറയുന്നുണ്ട്? ശുംഗ തിയറി, അതുപോലെ തന്നെ വിക്രമാദിത്യ തിയറി, പിന്നീട് ഗുപ്ത തിയറി എന്ന് പറയുന്നത്. ഗുപ്ത തിയറിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നു. കാരണം അതൊരു സുവർണ കാലഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്കോളേഴ്സ് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ, അതായത് 2ാമത്തെ യൂണിറ്റിനകത്ത് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതൊക്കെ വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഇസ് the second unit, Kalidasa and overview. I hope it is clear and understood. Okay, thank you.